അമ്മേ ആ ഒന്ന് തന്നെ. അല്ല, അമ്മയ്ക്ക് അയാളോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? അല്ല, ഇതൊക്കെ എടുത്തു വെക്കുന്നത് കണ്ട് ചോദിച്ചതാ. ഇവിടുന്ന് സമാധാനത്തിൽ പറഞ്ഞു വിടാന്ന് വിചാരിച്ചു കാണുമല്ലേ? അതിനയാൾക്ക് പോയി കിടക്കാൻ വല്ല സ്ഥലവും റെഡിയായിട്ടുണ്ടോ? ഉണ്ടോ? റെഡിയായെന്നാ ഇന്ദിരേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞത്. അവരെത്തിയല്ലോ, ചോദിച്ചു നോക്കാം. ആ ഇന്ദിരേട്ടാ, അമ്മ അയാൾക്ക് കൊണ്ടുപോകാനുള്ള ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചു. ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് മാറാൻ പറ്റുമോ ഇന്ദിരേട്ടാ? ഇന്നിനിപ്പോ എങ്ങനെയാ? നാളെ മാറാം. അതിനെ അദ്ദേഹം ഇങ്ങോട്ട് വന്നോ സത്യ? ഇതുവരെ വന്നില്ല, വരാതിരിക്കില്ലല്ലോ. വന്നാ കുറച്ചു ദിവസത്തേക്ക് അയാൾ എങ്ങും പോകുന്നില്ല. എന്തായാലും ഇത്രയും നാളെ അയാളെ സഹിച്ചില്ലേ, ഇനി ഓണം കഴിയുന്നവരെ ഇവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞു വേണമെങ്കിൽ പറഞ്ഞു വിടാം. അതിന്റെ ആവശ്യമുണ്ടോ അമ്മേ? ഇത് എല്ലാം കൊണ്ട് ഒത്തു വന്ന സമയമാ. നാളെ തന്നെ പറഞ്ഞു വിടുന്നതല്ലേ നല്ലത്. ഓൾഡ് ഏജ് ഹോമിൽ അഡ്വാൻസ് കൊടുത്തു. അപ്പോ നാളെ ആളെ അവിടെ എത്തിക്കാന്നാ പറഞ്ഞത്, അല്ലേ ഇന്ദിരേട്ടാ? അല്ല, നാളെ എന്നുള്ളത് 4 ദിവസം മാറിപ്പോയി അവരങ്ങോട്ട് കേറ്റാതിരിക്കത്തൊന്നുമില്ലല്ലോ. അമ്മയ്ക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? അമ്മ അനുവിന്റെ വീട്ടിൽ പോയിരുന്നോ? ആ പോയിരുന്നു. അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം അനന്തമാഷിനെ ഒന്ന് അറിയിക്കണമല്ലോ, അതിനാ പോയത്. അവിടെ ചെന്നപ്പം മാഷ് അയാൾക്ക് വേണ്ടി പുതിയൊരു അപേക്ഷയായിട്ട് വന്നിട്ടുണ്ട്. ശേഖരൻ ഇന്ന് വേണമെങ്കിലും അവിടുന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് തയ്യാറാണ്. പക്ഷെ അവസാനമായി അവൻ ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. സുശീല മനസ്സ് വച്ചാൽ ആ ആഗ്രഹം നടക്കും. എന്താ ആഗ്രഹം? ഈ വരുന്ന തിരുവോണത്തിന് കുടുംബത്തോടൊപ്പം ശേഖരന് കഴിയണം. ഓണത്തിന് അയാളെ നമ്മൾ ഇവിടെ നിർത്തിയില്ലെങ്കിൽ അയാള് മാഷിന്റെ വീട്ടിൽ പോയി ഓണം ആഘോഷിക്കും. അത് വേണ്ട. ഇതുവരെ നമ്മൾ തീറ്റിപ്പോറ്റിയതിന്റെ ക്രെഡിറ്റ് മാഷ് അങ്ങനെ എടുക്കണ്ട. ഓണം വരെ അയാൾ ഇവിടെ തന്നെ അങ്ങ് നിൽക്കട്ടെ. അമ്മേ, എന്താ? അമ്മ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ? അല്ല, അദ്ദേഹം ഇവിടുന്ന് ചോദിക്കാതെ ഇറങ്ങിപ്പോയതിന് പകരം വീട്ടാനാണ് വീണ്ടും ഇവിടെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ അത് വേണ്ടെന്നാ എന്റെ അഭിപ്രായം. അമ്മേ, ഓണത്തിനെങ്കിലും ഇവിടെ അല്പം സ്വസ്ഥത വേണം. അയ്യോ, ഞാൻ അയാളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല, അത് പോരെ. അയാള് സമാധാനത്തോടെ തന്നെ ഇവിടുന്ന് പൊയ്ക്കോട്ടെ. ഇനി അമ്മ ഒരു കണ്ണിച്ചോരി ഇല്ലാത്തവളാണെന്ന് നാളെ മക്കളും കൂടി പറയാതിരുന്നാ മതി. അതിനാ നമ്മുടെ അമ്മ തന്നെയാണോ ഇന്ദിരേട്ടാ ഇതൊക്കെ പറഞ്ഞിട്ട് പോയത്? എനിക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറച്ചു ദിവസം അയാളോട് ദയോടെ പെരുമാറിയ അതുവരെ ചെയ്ത ദ്രോഹങ്ങളൊക്കെ എല്ലാവരും മറക്കുന്നുള്ളത് ശരിയാ. അതിനുവേണ്ടി അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാ? ഒരിക്കലുമില്ല. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുൻപേ അയാൾ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനേ അമ്മ നോക്കൂ. ഇതമ്മ വേറെന്തോ ലക്ഷ്യം വെച്ച് ചെയ്യുന്നതാ. അതല്ലെങ്കിൽ അമ്മ അനന്തമാഷിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്ദിരേട്ടന് എന്തോ തോന്നുന്നു? തൽക്കാലം അമ്മ പറയുന്നത് വിശ്വസിക്കാനല്ലേ നമുക്ക് പറ്റൂ. ഒരു വലിയ തലവേദന എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകുന്നുള്ള പ്രതീക്ഷയിൽ അമ്മ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്ത് അവനും മതി. അവസാനം പറഞ്ഞു കേട്ടില്ലേ, മക്കൾ അമ്മയെ കണ്ണിച്ചോര ഇല്ലാത്തവളായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെല്ലാം ഉണ്ട്. അതെ, അല്ലാതെ മാഷ് ഓണം വരെ ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞാൽ
അതൊന്നും അനുസരിക്കാൻ അമ്മ യാതൊരുവിധ സാധ്യതയില്ല. അവിടെ എന്താ ശരിക്കും ഉണ്ടായതെന്ന് അത് ഏട്ടത്തിക്ക് അറിയാമായിരിക്കും. എന്തായാലും ഇന്ദ്രേട്ടൻ ഏട്ടത്തിയെ വിളിച്ച് ചോദിക്കാതിരിക്കില്ല.